ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 16 ദൈവാസുര സമ്പത്ത് വിഭാഗയോഗം. ക്രോധമാണ് മറ്റൊരു ആസുരീ സമ്പത്ത്. ആസുരീ വർഗത്തിൽപ്പെട്ട ഒരുവൻ്റെ ഹൃദയം മറ്റുള്ളവർ ആനന്ദിക്കുന്നത് കാണുമ്പോൾ രോഷാകുലമാകുന്നു. തിളയ്ക്കുന്ന എണ്ണയിൽ ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ അത് പൊട്ടിത്തെറിക്കുന്നു. ചന്ദ്രനെ കാണുമ്പോൾ കുറുനരിക്ക് ഹൃദയക്ഷോഭം ഉണ്ടാകുന്നു. വിശ്വത്തെ പ്രകാശിപ്പിക്കുന്ന സൂര്യൻ ഉദിക്കുമ്പോൾ മൂങ്ങയ്ക്ക് അതിൻ്റെ കാഴ്ചശക്തി നഷ്ടപ്പെടുന്നു. ജനങ്ങൾക്ക് കുളിർമയും ഉത്സാഹവും നൽകുന്ന പ്രഭാതം ചോരന് മൃത്യുവിനേക്കാൾ ദുഃഖകരമാണ്. പാമ്പിന് നൽകുന്ന പാല് കാളകൂട വിഷമായി തീരുന്നു. സമുദ്രജലത്തെ എരിക്കുന്ന പടവാഗ്നി ഒരിക്കലും തൃപ്തിപ്പെടുന്നില്ല. ഇതുപോലെ വിദ്യ, ഐശ്വര്യം, ഭാഗ്യം തുടങ്ങിയവ മറ്റുള്ളവരിൽ കാണുമ്പോൾ ആസുരീ സമ്പത്തിനുടമയായ ഒരുവൻ്റെ കോപം നുരഞ്ഞു പൊങ്ങുന്നു. ഈ വികാരമാണ് ക്രോധം. ഇനിയും പാരുഷ്യത്തെപ്പറ്റി കേൾക്കുക. ദുഷ്ടബുദ്ധി നിറഞ്ഞ് പാമ്പിൻ്റെ മാളം പോലെ ഒഴിഞ്ഞു കിടക്കുന്ന ഹൃദയമുള്ളവരുണ്ട്. അമ്പിൻ്റെ കൂർത്ത മുന പോലെ ദൃഷ്ടിയുള്ളവരുണ്ട്. തീക്കനൽ പൊഴിയുന്നത് പോലെ അസഹ്യമായ ചൂട് പരത്തി സംസാരിക്കുന്നവരുണ്ട്. ഉരുക്കുകൊണ്ടുണ്ടാക്കിയ അറപ്പുവാളിൻ്റെ കാഠിന്യമുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവരുണ്ട്. ഇപ്രകാരമുള്ളവരുടെ ബാഹ്യവും ആന്തരികവുമായ പ്രവർത്തികൾ മറ്റുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്നു. ഇവർ മനുഷ്യകുലത്തിലെ അധമന്മാരാണ്. പാരുഷ്യത്തിൻ്റെ അവതാര മൂർത്തികളാണ്. അടുത്തതായി അജ്ഞതയുടെ ലക്ഷണങ്ങൾ പറയാം. ശീതത്തിൻ്റെയോ ഉഷ്ണത്തിൻ്റെയോ സ്പർശനത്തിലുള്ള വ്യത്യാസം ഒരു പാറയ്ക്ക് അറിയാൻ കഴിയുന്നില്ല. ജന്മന അന്ധനായ ഒരുവന് ദിനരാത്രങ്ങൾ തിരിച്ചറിയാൻ സാധ്യമല്ല. അഗ്നിക്ക് എന്താണ് എരിക്കേണ്ടതെന്നോ എരിക്കാൻ പാടില്ലാത്തതെന്നോ അറിവില്ല. സ്പർശമണിക്ക് സ്വർണവും ഇരുമ്പും തമ്മിൽ വിവേചിച്ചറിയാൻ കഴിവില്ല. ഒരു തവിക്ക് അത് മുങ്ങിക്കിടക്കുന്ന നീരിൻ്റെ രുചി അറിയാൻ കഴിയുന്നില്ല. കാറ്റിന് രാജവീഥിയും ഊടുവഴിയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവുകയില്ല. അതുപോലെ അജ്ഞനായ ഒരുവൻ കൃതാകൃത്യങ്ങളെപ്പറ്റിയോ നന്മ തിന്മകളെപ്പറ്റിയോ അന്ധനാണ്. ഒരു ശിശു അതിൻ്റെ കയ്യിൽ കിട്ടുന്നതെല്ലാം നല്ലതെന്നോ ചീത്തയെന്നോ കരുതാതെ വായിലിടുന്നത് പോലെ അജ്ഞാനി പാപപുണ്യങ്ങളുടെ കിച്ചടി അത് കഴിക്കുന്നതോ മധുരിക്കുന്നതോ എന്നാലോചിക്കാതെ ആഹരിക്കുന്നു. ഇങ്ങനെയുള്ള മാനസികാവസ്ഥയ്ക്കാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ആസുരീ സമ്പത്തിന് പ്രാബല്യം നൽകുന്ന 6 ദോഷങ്ങളെപ്പറ്റി ഞാൻ വിശദീകരിച്ചു. സർപ്പം ചെറുതാണെങ്കിലും അതിൻ്റെ വിഷം മാരകമാണ്. പ്രളയാഗ്നി, ഇടിത്തി, ബടവാഗ്നി എന്നിങ്ങനെയുള്ള 3 വിധ അഗ്നികൾക്കും കൂടി പ്രാണാഹൂതി നൽകുന്നതിന് ഈ ജഗത്ത് തികച്ചും തികയുകയില്ല. മനുഷ്യ ശരീരത്തിലുള്ള വാത, പിത്ത, കഫങ്ങളാകുന്ന ത്രിദോഷങ്ങൾ കോപിച്ചാൽ ബ്രഹ്മദേവന് പോലും ഒരുവനെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഇവിടെ 3ന്റെ ഇരട്ടിയായ 6 ദോഷങ്ങളാണുള്ളത്. ആസുരീ സമ്പത്ത് ഈ ദോഷങ്ങളിൽ അധിഷ്ഠിതമായിരിക്കുന്നതുകൊണ്ട് അത് ഒരിക്കലും അശക്തമാവുകയില്ല. അനിഷ്ടഗ്രഹങ്ങളെല്ലാം കൂടി ഒരേ രാശിയിൽ ഒരുമിച്ച് കൂടുക, പാപങ്ങൾ, പരദോഷദർശിയെ പാട്ടിലാക്കുക, മരണവക്ത്രത്തിലെത്തിയിരിക്കുന്ന ഒരുവനെ എല്ലാ രോഗങ്ങളും കൂടി ആക്രമിക്കുക, പരിപൂർണ വിശ്വസ്തനെന്ന് വിചാരിച്ചവൻ തസ്കരനോടൊപ്പം ചേർന്ന് കൊള്ളയടിക്കുക, ക്ഷീണിതനായ ഒരുവനെ ജലപ്രവാഹത്തിലേക്ക് തള്ളിയിടുക എന്നിപ്രകാരം ഈ 6 ദുർഗുണങ്ങളും കൂടി ഒരുവനെ നിന്ദ്യമായ നിലയിലാക്കുന്നു. മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാടിനെ 7 വിഷമുള്ളുകളുള്ള ഒരു തേള് കുത്തുന്നത് പോലെ ഈ 6 ദുർഗുണങ്ങളും ഒരു മനുഷ്യനെ ആക്രമിക്കുന്നു. മോചനത്തിൻ്റെ പാതയിൽ കൂടി പ്രയാണം ചെയ്യുന്ന ഒരുവൻ്റെ മേൽ ഈ ദുർഗുണങ്ങളുടെ മഴച്ചാറ്റൽ ഏറ്റാൽ പോലും അവൻ സംസാരത്തിൽ മുങ്ങുന്നു. അവൻ അധമമായ ജന്മങ്ങളുടെ പടികളിറങ്ങി ഏറ്റവും താഴെ തലത്തിലെത്തി വൃക്ഷം, കല്ല് തുടങ്ങിയ അചരങ്ങളുടെ വർഗത്തിൽ ജനിക്കുന്നു. ഈ ദുർഗുണങ്ങളെല്ലാം കൂടി ഒരുവനിൽ ഒന്നു ചേർന്ന് ആസുരീ സമ്പത്ത് വർദ്ധിപ്പിക്കുന്നു. ഈ ജഗത്തിൽ പ്രസിദ്ധിയും കുപ്രസിദ്ധിയും ആർജിച്ചിട്ടുള്ള ഈ 2 സമ്പത്തുകളുടെയും സ്വഭാവങ്ങൾ ഞാൻ നിനക്ക് വിവരിച്ചു തന്നിരിക്കുന്നു. ദൈവീ സമ്പദ്വിമോക്ഷായ നിബന്ധായാസുരീമതാ മാഷു ച സമ്പദം ദൈവീം അഭിജാതോസി പാണ്ഡവ. ദൈവീ സമ്പത്ത് മോക്ഷത്തിനും ആസുരീ സമ്പത്ത് ബന്ധമുണ്ടാക്കുന്നതിനും ഹേതുവത്രേ.
അല്ലയോ പാണ്ഡുപുത്ര, നീ വ്യസനിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ നീ ദൈവീ സമ്പത്തോടുകൂടി ജനിച്ചവനാണ്. ഇവ രണ്ടിൽ ആദ്യത്തേതായ ദൈവീ സമ്പത്ത് മോക്ഷമാകുന്ന സൂര്യോദയത്തിന് മുമ്പുള്ള ഉഷസ്സാണ് എന്നറിയുക. ആസുരീ സമ്പത്തായ മറ്റേത് യഥാർത്ഥത്തിൽ ജീവനെ ബന്ധനസ്ഥനാക്കുന്ന മോഹത്തിൻ്റെ ഇരുമ്പ് ചങ്ങലയാണ്. എന്നാൽ ഇത് കേട്ട് നീ ഒട്ടും ഭയപ്പെടേണ്ട. പകൽ എപ്പോഴെങ്കിലും രാത്രിയെക്കുറിച്ച് ഭയപ്പെടാറുണ്ടോ? ധനഞ്ജയ, ഈ ദുർഗുണങ്ങൾക്ക് താങ്ങും തണലും നൽകി അവയെ പോറ്റുന്നവർ മാത്രമേ ഇതിനാൽ ബന്ധിതരാവുകയുള്ളൂ. അല്ലയോ പാണ്ഡുപുത്ര, സൽഗുണങ്ങളുടെ ഒരു ഭണ്ഡാരം തന്നെയായ നീ ദൈവവർഗത്തിലാണ് ജനിച്ചിരിക്കുന്നത്. നീ ഈ ദൈവീ സമ്പത്തിൻ്റെ നാഥനായി അവസാനം മോക്ഷത്തിൻ്റെ ആനന്ദം അനുഭവിക്കും. ദ്വൗ ഭൂതസർഗൗ ലോകേസ്മിൻ ദൈവ ആസുര ഏവ ച ദൈവോ വിസ്തരശഃ പ്രോക്തഃ ആസുരം പാർത്ഥ മേ ശൃണു. അല്ലയോ പാർത്ഥ, ഈ ലോകത്തിൽ ദൈവമെന്നും ആസുരമെന്നും രണ്ട് തരത്തിൽ മനുഷ്യ സൃഷ്ടികളുണ്ട്. ദൈവസൃഷ്ടിയെക്കുറിച്ച് വിസ്തരിച്ച് പറഞ്ഞു. ആസുര സൃഷ്ടിയെക്കുറിച്ച് ഇനിയും ഞാൻ പറയുന്നത് കേട്ടോളൂ. ദൈവീ സമ്പത്തിൻ്റെയും ആസുരീ സമ്പത്തിൻ്റെയും ഉടമകളായ മനുഷ്യരുടെ പ്രവർത്തനം അനാദികാലം മുതൽക്കേ വ്യത്യസ്ത മാർഗങ്ങളിൽ കൂടി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിശാചരന്മാരുടെ വർഗത്തിൽപ്പെട്ടവർ രാത്രിയിലും മനുഷ്യവർഗത്തിൽപ്പെട്ടവർ പകലും അവരവരുടെ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നത് പോലെ ദൈവസൃഷ്ടിയിലും ആസുര സൃഷ്ടിയിലും പെട്ടവർ താന്താങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്നു. നേരത്തെ ജ്ഞാനകഥനം നടത്തിയപ്പോൾ ദൈവീ സമ്പത്തിനെപ്പറ്റി വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. ആസുരീ വർഗത്തിൽപ്പെട്ട ആളുകളെപ്പറ്റി ഞാൻ ഇപ്പോൾ പറയാം. ശ്രദ്ധിച്ച് കേൾക്കുക. മലരില്ലാതെ മകരന്തം ഉണ്ടാവുകയില്ല. അതുപോലെ മനുഷ്യ ശരീരത്തെ ആശ്രയിച്ചല്ലാതെ ആസുരീ സമ്പത്തിന് പ്രത്യക്ഷപ്പെടാൻ സാധ്യമല്ല. എന്നാൽ ഈ ആസുരീകത ഒരിക്കൽ ശരീരത്തെ പിടികൂടിക്കഴിഞ്ഞാൽ അത് ഉണങ്ങിയ വിറകിൽ അഗ്നി കത്തി വ്യാപിക്കുന്നത് പോലെ ശരീരത്തെ തൻ്റെ പിടിയിലമർത്തുന്നു. കരിമ്പ് വളരുന്നതോടൊപ്പം അതിലെ നീരും വർദ്ധിക്കുന്നത് പോലെ ദേഹത്തോടൊപ്പം ആസുരീകതയും വളർന്നുകൊണ്ടേയിരിക്കും. ധനഞ്ജയ, ഇനിയും ആസുരീ സമ്പത്തിൻ്റെ ഉടമസ്ഥരായിട്ടുള്ളവരുടെ ലക്ഷണങ്ങൾ പറയാം. പ്രവൃത്തിഞ്ച നിവൃത്തിഞ്ച ജനാന വിദുരാസുരാഃ ന ശൗചം നാപി ചാചാരഃ ന സത്യം തേഷു വിദ്യത്തെ. ചെയ്യേണ്ടതെന്ത്, ചെയ്യരുതാത്തത് എന്ത് എന്നൊന്നും ആസുരജനങ്ങൾക്ക് അറിയില്ല. അവരിൽ ശുചിത്വമോ സദാചാരമോ സത്യനിഷ്ഠയോ ഒന്നും കാണുകയില്ല. ആസുര സ്വഭാവമുള്ള ജനങ്ങൾ പ്രവൃത്തി എന്തെന്നോ നിവൃത്തി എന്തെന്നോ അറിയുന്നതേയില്ല. ചെയ്യേണ്ട സൽക്കർമ്മങ്ങളെപ്പറ്റിയോ ചെയ്യരുതാത്ത ദുഷ്കർമ്മങ്ങളെപ്പറ്റിയോ അവർ അജ്ഞരാണ്. പുറത്തേക്കിറങ്ങാനോ അകത്തേക്ക് കയറാനോ ഉള്ള വഴിയുണ്ടോ എന്ന് കരുതാതെയാണ് ഒരു പട്ടുനൂൽപ്പുഴു കീടകോശമുണ്ടാക്കി അതിനുള്ളിൽ അടച്ചിരിക്കുന്നത്. തിരിച്ചു കിട്ടുമോ എന്നാലോചിക്കാതെ ഒരു വിഡ്ഢി തൻ്റെ ധനം വഞ്ചകന് വായ്പ നൽകുന്നു. അതുപോലെ ചെയ്യേണ്ടതെന്തെന്നോ ചെയ്യാൻ പാടില്ലാത്തതെന്തെന്നോ ആസുരീ വർഗത്തിന് അറിവില്ല. ശുചിത്വത്തെപ്പറ്റി അവർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കുകയില്ല. കൽക്കരിയുടെ കറുപ്പ് നിറം മാറിയെന്ന് വരാം, കാക്ക വെളുത്തെന്നും വരാം. എന്നാൽ ഒരു മദ്യചഷകം എപ്പോഴും മലീമസമായിരിക്കുന്നത് പോലെ ആസുരീ സമ്പന്നൻ ഒരിക്കലും പരിശുദ്ധനായിരിക്കുകയില്ല. അവൻ ശാസ്ത്രവിധികൾ ഇഷ്ടപ്പെടുന്നില്ല. അഗ്രജന്മാരുടെ പാത പിന്തുടരാൻ ആഗ്രഹിക്കുന്നില്ല. ധർമ്മപ്രവർത്തികൾ എന്തെന്നുള്ള അറിവും അവനില്ല. എവിടെയും നടന്ന് എന്തും മേയുന്ന ആടുകളെപ്പോലെയോ ഇന്ന ദിശയെന്ന് ക്ലിപ്തമില്ലാതെ ഏത് ദിക്കിലേക്കും പായുന്ന പവനനെ പോലെയോ ഏത് പദാർത്ഥത്തെയും നിർവിഘ്നം എരിക്കുന്ന പാവകനെപ്പോലെയോ ആസുരീ സമ്പത്ത് സ്വച്ഛന്തം വിഹരിക്കുകയും സത്യത്തോട് ഒടുങ്ങാത്ത വൈര്യം വെച്ച് പുലർത്തുകയും ചെയ്യുന്നു. ഒരു തേളിന് അതിൻ്റെ വിഷമുള്ളുകൊണ്ട് ഇക്കിളിപ്പെടുത്താൻ കഴിയുമെങ്കിൽ ആസുരീ സമ്പന്നനിൽ സത്യവും കണ്ടെത്താൻ കഴിയും. അവർ ഒന്നും പ്രവർത്തിച്ചില്ലെങ്കിൽ പോലും സ്വാഭാവികമായും അധർമ്മികളാണ്. അവരുടെ വാക്കുകൾ വഴി തെറ്റിക്കുന്നതായിരിക്കും.
അത് ഒരു ഒട്ടകത്തിൻ്റെ അവയവങ്ങൾ പോലെ വിലക്ഷണവും വളഞ്ഞു തിരിഞ്ഞതുമായിരിക്കും. പുകക്കുഴലിൽ നിന്ന് പുക പൊങ്ങുന്നത് പോലെയായിരിക്കും അവരുടെ വക്ത്രത്തിൽ നിന്ന് വാക്കുകൾ പുറത്തേക്ക് വരുന്നത്.